താരങ്ങളെ കേൾക്കാനായി നിയോഗിച്ച പ്രത്യേക കമ്മിറ്റിയുടെ തെളിവെടുപ്പ് തുടരുകയാണ്. പരാതിക്കാരിയായ അൻസിബ, ആരോപണ വിധേയനായ ടിനി ടോം, പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ മറ്റംഗങ്ങൾ എന്നിവരെ വിശദമായി കമ്മിറ്റി കേൾക്കും. കയ്യിലുള്ള തെളിവുകളും കമ്മിറ്റിക്ക് മുമ്പിൽ താരങ്ങൾക്ക് ഹാജരാക്കാം. എന്നാൽ താൻ ആവശ്യപ്പെടുന്നവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തിടത്തോളം വിശദീകരണം നൽകില്ല എന്നതാണ് അൻസിബയുടെ നിലപാട്. എന്നാൽ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും മാറ്റി നിർത്തി കമ്മിറ്റി ഉണ്ടാക്കാനാവില്ല എന്നാണ് പ്രസിഡന്റിന്റെ നിലപാട്. വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ 5 അംഗങ്ങൾക്ക് നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദീകരണം നൽകാനായി നോട്ടീസും നൽകിയിരുന്നു. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, നേരത്തെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയില്ല, ഞാൻ അതുകൂടി ഇപ്പോൾ അങ്ങ് പറയാം. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം നാളുകളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ അൻസിബ ആവശ്യപ്പെടുന്ന ആളുകളെ കമ്മിറ്റിയിൽ വേണമെന്ന് പറയുന്നു. പക്ഷേ ശ്വേതാ മേനോൻ പറയുന്നത് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇല്ലാത്ത കമ്മിറ്റിയെ രൂപീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഈ തർക്കങ്ങൾ ഇങ്ങനെ തുടർന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. തെളിവ് നൽകില്ല എന്നാണല്ലോ അൻസിബ പറയുന്നത്. ഇങ്ങനൊരു താൻ നിർദ്ദേശിക്കുന്ന ഒരു പാനൽ ഉണ്ടായില്ലെങ്കിൽ തെളിവ് നൽകില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചും ഒരു വ്യക്തമായ എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ഹരി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അമ്മ ഓഫീസിൽ നടക്കുന്ന അടിയും വാദവും പ്രതിവാദവും പരസ്പരമുള്ള ഈ ചെളിവാരലും ഒക്കെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇത് പ്രസിഡന്റിനോടൊക്കെ ചോദിക്കുമ്പോൾ പ്രസിഡന്റിന്റെ മറുപടി കേൾക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തോന്നിപ്പോകും. നിലവിൽ അൻസിബ നൽകിയിരിക്കുന്നത് 2 പരാതികളാണ്. ഒന്ന് ടിനി ടോമിനെതിരെയും മറ്റൊന്ന് ലക്ഷ്മിപ്രിയക്കെതിരെയും. അതിന് കൗണ്ടർ കേസായി ലക്ഷ്മിപ്രിയ ഒരു പരാതി, ആദ്യം ലക്ഷ്മിപ്രിയ പരാതി നൽകുന്നു, അതിന്റെ കൗണ്ടർ കേസായി അൻസിബ പരാതി നൽകുന്നു. ടിനി ടോമിനെതിരെ സംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകുന്നു, അതോടൊപ്പം തന്നെ പോലീസിന് പരാതി നൽകുന്നു. അങ്ങനെ എവിടെ നോക്കിയാലും കേസ് എന്നുള്ളൊരു അവസ്ഥയാണ് അമ്മയിൽ. എന്തായാലും ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജനറൽ ബോഡി ചേരുന്നുണ്ട്. 21-ാം തീയതിയാണ് ജനറൽ ബോഡി ചേരുന്നത്. അന്ന് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. അന്ന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. മുതിർന്ന താരങ്ങളടക്കം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. ഇനി ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അതിനു മുൻപായി ഇന്ന് ചിലപ്പോൾ അൻസിബയെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സമിതി വന്നേക്കും. ആ സമിതിയിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനുണ്ട്, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുണ്ട്. അവരെ കൂടാതെ മറ്റ് 3 പേർ, മൊത്തം 5 പേരാണ്. അതിലൊന്ന് പൊന്നമ്മ ബാബു, മറ്റൊന്ന് രമേശ് പിഷാരടി, MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടി, മൂന്നാമത് മുത്തുമണി. അങ്ങനെ 3 പേരെയാണ് പ്രസിഡന്റും സെക്രട്ടറിയും അല്ലാതെ മറ്റ് 3 പേരെ, ഇവർ 3 പേരുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതിൽ അൻസിബയ്ക്ക് എത്ര തൃപ്തി ഉണ്ടാകുമെന്ന് അറിയില്ല. അതാണല്ലോ ചോദ്യം. അതായത് ഈ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉള്ള പാനലിൽ അൻസിബ വരില്ല, തെളിവ് തരില്ല എന്നുള്ളതാണല്ലോ അൻസിബ പറയുന്നത്. അപ്പോൾ ബാക്കി 3 പേര് പുറമേ നിന്ന് വന്നാലും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ താൻ തെളിവ് തരില്ല, താൻ ഹാജരാവില്ല, അല്ലെങ്കിൽ താൻ വന്ന് സംസാരിക്കില്ല എന്നാണല്ലോ അൻസിബ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കൗണ്ടർ, ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതാണല്ലോ ചോദ്യം. അതെ, എന്തായാലും പ്രസിഡന്റും ജനറൽ സെക്രട്ടറി മാറില്ല എന്ന് ഉറപ്പായി. അവർ പറയുന്നത് അതെങ്ങനെയാണ് ഒരു കമ്മിറ്റി പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇല്ലാതെ ചേരുന്നത്, പുതിയൊരു സമിതി അങ്ങനെ രൂപീകരിക്കുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ളൊരു കീഴ്വഴക്കം സംഘടനയിൽ ഇല്ലല്ലോ എന്നാണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്. പക്ഷെ അൻസിബ പറയുന്നത് താൻ പറയുന്ന പരാതികൾ, ഈ പരാതിക്ക് ആരോപണ വിധേയരായിട്ട് നിൽക്കുന്നവർ പ്രസിഡന്റിന്റെയും ജനറൽ സെക്രട്ടറിക്കെയും ഉറ്റവരായിട്ടുള്ളവരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരിൽ കുറച്ച് അല്പം കൂടി സ്നേഹം അവരോടാണ്, ഈ ആരോപണ വിധേയരായവരോടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തനിക്ക് നീതി കിട്ടുക എന്ന സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് അൻസിബ ഇവിടെ ചോദിക്കുന്നത്. ശ്വേതാ മേനോൻ പറഞ്ഞത് പ്രകാരം അങ്ങനെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെ മാറ്റിക്കൊണ്ടുള്ളൊരു യോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമിതിയെ നിലവിൽ രൂപീകരിക്കില്ല എന്നാണ്. ഇനി എന്താണ് അൻസിബയുടെ അടുത്ത നീക്കമെന്നാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ അൻസിബ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ അൻസിബയ്ക്ക് മറുപടി നൽകിയതിനു ശേഷം തൃപ്തമല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അൻസിബ പറയുന്നുണ്ട്. എന്തായാലും 21-ാം തീയതി ചേർന്ന ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുക. അതിലാകും ഇനി ഈ സമിതിയെ പിരിച്ചുവിടേണ്ട ആവശ്യമുണ്ടോ, അതോ ഇവർ തന്നെ തുടർന്നാൽ മതിയോ, നിലവിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, മുതിർന്ന താരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടും, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ജനറൽ സെക്രട്ടറി മാറണം, പ്രസിഡന്റ് മാറണം, ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടണം, അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് താരങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യ പ്രതികരണത്തിന് കർശന വിലക്കാണ്. കഴിഞ്ഞ ദിവസം തന്നെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടും പിന്നെയും മാധ്യമങ്ങളുടെ പ്രതികരിച്ചവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ മറുപടിയും ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അൻസിബയുടെ നിലപാട് എന്തെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ പോലീസിന് നൽകിയ 2 പരാതികളിലും കേസ് എടുത്തിട്ടില്ല. ഇരു കൂട്ടരെയും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചത്
അതിനൊടുവിൽ ആവശ്യമെങ്കിൽ കേസെടുക്കാം, അല്ലെങ്കിൽ ഇത് രമ്യമായി പരിഹരിക്കാമെങ്കിൽ അങ്ങനെ തന്നെ പോരെ എന്നാണ് പോലീസിന്റെ നിലപാട്. വ്യക്തമാണ്. ഏതായാലും അൻസിബയുടെ ആ 2 പരാതികൾ ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അൻസിബയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തുടരുന്ന ഒരു പാനലിൽ അൻസിബ പരാതിയുമായിട്ട് ചെല്ലുമോ അല്ലെങ്കിൽ തെളിവ് നൽകുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി അമ്മയുടെ ജനറൽ ബോഡിയാണ്, ഇത് അമ്മയുടെ കോടതി എന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറയുന്നത്. ആ കോടതിയിൽ നടക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന താരങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തുകൊണ്ട് നാളെ ഇത്രയുമായിട്ടും ഇത്രയധികം ദിവസങ്ങളിലൂടെ കടന്നുപോയിട്ടും മുതിർന്ന താരങ്ങൾ ആരും പ്രതികരിച്ചില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 2, എന്തൊക്കെയായിരിക്കും അവിടെ നടക്കുന്നത്? ഈ സമിതി, ഈ ഭരണസമിതി തന്നെ വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്ക് പോകും. മാലാ പാർവതി ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ജനറൽ ബോഡിയിൽ എത്ര പേർ പറയും എന്നുള്ളത് നിർണായകമായ ചോദ്യങ്ങളാണ്. എന്തായാലും കുറച്ചധികം നാളുകളായി അമ്മയിൽ ഇങ്ങനെ നിർണായകമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ നിർണായകമായ ദിവസങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.